സൗദിയില് ഒരു ചെറുപ്പക്കാരൻ, ഷെയ്ഖുനാനോട് മഹബത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയതേ, അദ്ദേഹം സൗദിയെ പോയി. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാള് ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കിടന്ന് CM-നെ വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, എനിക്ക് നാടെന്നെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനൊക്കെ ഷെയ്ഖുനാനോടാ പറയുന്നത്. ഷെയ്ഖുനാന് സമപ്രകാരം പോകുന്നതല്ലേ, ഇന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞയച്ചതല്ലേ, ഇയാൾ അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സുവേദന ആകുക. അപ്പോൾ ഇന്നങ്ങോട്ട് ഇതേ പറഞ്ഞയച്ച ചെയ്യുന്നത് അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക. ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ഖുന നിർത്തിയിട്ട് ഷെയ്ഖുന തുറന്ന് ഉള്ളിൽ കയറി എല്ലാം പറഞ്ഞെത്തിപ്പോ ഷെയ്ഖുന ജയിലിലെത്തി. സുബ്ഹാന, ജയില് തുറക്കാൻ കഴിയുമോ, തുറക്കാൻ പറ്റുമോ? അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. അതങ്ങനെ ഉള്ളിൽ കയറി. അപ്പോ നീ കരയുന്ന കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ചിലാക്കി. ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ഷെയ്ഖുന എന്നപ്പോ ഷെയ്ഖുന കിടക്കണോടത്ത് കിടക്കുന്നുണ്ട്, മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. എന്തിൻ്റെ ഉള്ളിലും കയറും, എന്തിന്നും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. പിടിച്ചോ ഷെയ്ഖുനാന്. നമ്മുടെ പകര ഹസനി പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ജയിലിൽ കയറി വന്നതെന്നാണ് പറഞ്ഞത്. ആര്? മടവൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു സാധു മനുഷ്യൻ. അദ്ദേഹം സൗദി അറേബ്യയിലുള്ള ജയിലിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഹിബായ ഒരാളെ സൗദിയിൽ ജയിലിൽ കുടുങ്ങിയപ്പം ഇദ്ദേഹം അവിടെ കയറി വന്നു. എന്നിട്ട് ജയിലധികൃതരോട് ഇതൊക്കെ തുറന്ന് മൂപ്പര് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കഥയാണ് ഇത്. മജീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ വേറൊരുത്തന് ഇതിലും വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. എന്താ ഈ പറയുന്നത് സഹോദരങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ ഈ സിറാജ് കുടുങ്ങിയിട്ടുള്ളത് നാട്ടിലാണ് അദ്ദേഹം കുടുങ്ങിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് CM വരട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ മുഹിബല്ല, അദ്ദേഹത്തിൻ്റെ മായാവി കഥകൾ മാത്രം പറയാൻ പ്രത്യേകം മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുമായിട്ട് അതുമായി നടക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനെ പിന്നെ രക്ഷിച്ചിട്ടില്ലേ പിന്നെ CM ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു സ്വന്തം ഭാര്യയുടെ, അല്ലേ? ഭാര്യ മരണപ്പെടുമ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകളെ മരിച്ചവർ ജീവിപ്പിച്ച ആളാണല്ലോ ആര്? CM. മുപ്പരിന്തിന് മരിച്ചു കിടക്കുക, ഒരു ഖബറിലാണുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ മുപ്പരിങ്ങനെ ജീവനടിക്കുക. ജബ്ബാറെ എണീക്ക് എന്ന് പറഞ്ഞപ്പോൾ എണീച്ചു. അങ്ങനെ പല കഥകളും. ഈ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? എന്താണ് ഈ പറയുന്നത്? ഇതിനൊക്കെ എന്തെന്നാ പറയുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടെ കിടന്നപ്പോൾ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണല്ലോ വഫാത്തായി കിടക്കുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹിയോട് സംസാരിച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പ്രവാചകനോടൊന്നും തുലനം ചെയ്യാൻ ഇതിനെ പറ്റൂല. ഇതൊരു സാധാരണ മനുഷ്യൻ 5 വക്ത് നമസ്കാരം കൂടി നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളിൽ CM സ്മരണിക എന്ന് പറയുന്നതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കാൻ വരെ പള്ളിയിൽ പോകില്ല എന്നാ, നിസ്കരിക്കണ കാണൂല എന്നാ പറയുക. എന്താ ഈ പറയുന്നത് സഹോദരങ്ങളെ? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് നിങ്ങളിൽ സമർപ്പിച്ചത്. അസ്സലാമു അലൈക്കും.